ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വാ, ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയട്ടെ. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, നമ്മൾ ഈ ചാനൽ 50K ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കിത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എൻ്റെ ഈ സ്വപ്നം നടത്തി തന്നെ നിങ്ങളോടാണ് എനിക്ക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നേരെ ക്രാഫ്റ്റിലേക്ക് പോവാം. ഇന്ന് നമ്മളൊരു വോൾ ഡെക്കർ ഉണ്ടാക്കാൻ പോകുന്നത് വെറും വോൾ ഡെക്കർ അല്ല, ഒരു അടിപൊളി മൂൺ വോൾ ഡെക്കർ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വീഡിയോ ഈ അടുത്ത കാലങ്ങളൊന്നും എടുത്തല്ല. അതെ, ഞാൻ ഈ അടുത്തെടുത്ത വീഡിയോ ഒന്നും അല്ല, ഏകദേശം ഒരു 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്താ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്? സംഭവം വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് വെച്ച് പോയതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച എപ്പോഴും ഇത് മറന്നും പോയി. കഴിഞ്ഞ ദിവസം ഒന്ന് ലാപ്പ് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇതുവരെ ഇട്ടിട്ടുമില്ല. അപ്പൊ എന്നാ ഇതിനങ്ങ് എഡിറ്റ് ചെയ്തിട്ടേക്കാന്നും വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2-3 മാസം മുന്നേ ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ വോൾ ഡെക്കേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു ഐറ്റമാണ് ഇത്. അന്ന് അവിടുത്തെ റേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതുകൊണ്ട് അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. എന്നിട്ട് നമുക്ക് അതിന് DIY ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു മൂൺ വോൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് വളരെ കുറച്ച് സാധനങ്ങളാണ്. ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു കാർഡ്ബോർഡാണ്. അതിന് നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങളെ കയ്യിൽ എത്രത്തോളം വലിയ സർക്കിൾ എടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ സർക്കിൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ വോൾ ഡെക്കർ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ഇതല്ലാതെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണത്? അതന്നെ, ഗ്ലൂ. പക്ഷെ നമ്മൾ പിശിക്കാനേ പാടില്ല. എത്രത്തോളം നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിക്കണോ അത്രത്തോളം നമ്മളെ സാധനം ക്വാളിറ്റി കൂടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ വോൾ ഡെക്കർ കൊളായിപ്പോവും. അപ്പോൾ ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുകയാണ്, അപ്പോൾ നന്നായിട്ട് പശയൊക്കെ തേച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധിക കാലം നമുക്ക് ഈട് നിൽക്കും. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിന്റ് ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് സക്സസ് ആവോ ഫ്ലോപ്പ് ആവോ എന്നൊന്നും അറിയില്ല. ഒരു ശ്രമം അങ്ങനെയെങ്കിൽ ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടറിഞ്ഞിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൊണ്ട് വൈറ്റ് പെയിന്റ് അടിച്ചായിരുന്നു. വൈറ്റ് പെയിന്റ് അടിച്ച് പെയിന്റ് പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് പല ഷെയ്ഡ്സിൽ ഗ്രേ കളർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ വൈറ്റ് പെയിന്റോ ബ്ലാക്ക് പെയിന്റോ നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈശ്വര ഇത് ഫ്ലോപ്പ് ആവോ, പെയിന്റൊക്കെ വെറുതെ കളഞ്ഞു. പിന്നെ ഫുള്ളും ടെൻഷനായി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, പെയിന്റും ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഉണങ്ങി വന്നപ്പോൾ സംഭവം ഒന്ന് സെറ്റായി വരുന്നുണ്ടായിരുന്നു. പിന്നെ വിട്ടുകൊടുക്കാൻ മനസ്സ് തോന്നിയില്ല, അങ്ങോട്ട് ചെയ്തു. അപ്പൊ സംഭവം ഭയങ്കര സിമ്പിൾ ഒക്കെയാണ്. നമുക്ക് ചെയ്യാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി. മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം സമയമാണ്. നന്നായിട്ട് സമയം എടുത്ത് ഉണങ്ങിയതിന് ശേഷമൊക്കെ പെയിന്റ് അടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും. കുറച്ച് സമയം എടുത്താൽ എന്താണ്, നമുക്ക് അടിപൊളി വോൾ ഡെക്കർ ഒക്കെ കിട്ടില്ലേ. അപ്പൊ ഇതേപോലത്തെ ഒരു വോൾ ഡെക്കർ നിങ്ങളെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ഒക്കെ നിങ്ങളതൊന്ന് പൊക്കി പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ പാരൻസിന് നിങ്ങളോടൊരു മതിപ്പുണ്ടാവല്ലോ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ? പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പിക്ക് അയക്കാൻ മറക്കണ്ട. കുറച്ച് പേര് എനിക്ക് പിക്കൊക്കെ അയക്കാറുണ്ട്, അപ്പോൾ നിങ്ങളും പിക്ക് അയക്കാട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ഇങ്ങനെ ചുമരിന്റെ മുകളിൽ വെച്ചാലും ഭംഗിയൊക്കെ തന്നെ, പക്ഷെ ഒരു ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫെയറി ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തോളൂ, എനിക്ക് ഇങ്ങനെ വായിച്ചിരിക്കാലോ.